Hallelujah. What a wonderful way to praise the Lord, right? Hallelujah. Amen. Is that good enough? Yes. Hallelujah. Or you want to be louder in shouting praises to God? Hallelujah. 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 Amen. Praise you, Amen. Jesus. Praise you, Jesus. ഇന്ന് രാവിലെ വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ നമുക്കിരിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. Let us be in the presence of the Lord in front of the Word of God, and I pray that all of you be attentive this morning. അത്യാവശ്യമില്ലാത്ത ആരും പുറത്തു പോകരുത്. If you really don't need to go outside, please stay in. എല്ലാവരും ഇവിടെ തന്നെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. I request all of you be in the presence of God, attentive in a prayerful attitude. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. For the many weeks before, we have been hearing about emotional health. കാരണം ഒരുപാട് ആളുകൾ വിഷാദ രോഗത്തിലേക്ക് പോകുന്നുണ്ട്. ഇമോഷണലി ഡിസോർഡർലി ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് അനേകർ കടന്നു പോകുന്നു. Many people are going through disorderly conduct of emotional health and depression and anxiety. അതുകൊണ്ടാണ് ആ വിഷയം വിശേഷാൽ എടുക്കുവാൻ ഇടയായിത്തീർന്നത്. And that is why we have been focusing on this subject for the last few weeks. ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. And there are many things to learn and understand about this subject. അനേകരിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. And we have been receiving good feedback from others. മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, ഈ ഡിപ്രഷൻ തീരാറായോ പാസ്റ്ററെ? Some people ask, Pastor, the depression is about to be over. നമ്മൾ ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഓൾറെഡി ഡീൽ ചെയ്തെങ്കിൽ നമ്മൾ ആ വിഷയം അപ്പോൾ തീർക്കുക. But if you have already dealt with that depression, then we are be able to end that subject. But എൻ്റെ വിശ്വാസം നമ്മളിൽ അനേകര് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഇപ്പോഴും കടന്നുപോയിട്ടുണ്ട്. But I truly believe many of our people are going through that challenge. നമ്മുടെ അനേക ചർച്ചസിൽ ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നില്ല. In many churches they avoid this subject, they don't deal with it. നമുക്കതിനെ തൂത്തുകൂട്ടി കാർപ്പറ്റിന്റെ അടിയിലാക്കി സൂക്ഷിക്കാൻ പറ്റത്തില്ല. We cannot sweep it under the rug like many churches do. നമുക്കൊരു ചർച്ച് എന്നുള്ള രീതിയിലും നമ്മുടെ കുടുംബങ്ങളും വ്യക്തികളും മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഡീൽ ചെയ്യണം. As a church we want to move forward, we need to deal with the difficult subjects like these. ഈ വിഷയത്തെക്കുറിച്ചുള്ള ആരംഭത്തിലെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. We have been hearing and studying about many of the subjects associated with this. എന്താണ് ഈ ഇമോഷണൽ ഹെൽത്ത്, ഡിപ്രഷൻ എന്നുള്ളതൊക്കെ കണ്ടു. And we have learned what is emotional health and depression. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു. And we also learned how it starts. അതിന്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് എന്താകാം എന്ന് നമ്മൾ കണ്ടു. We also learned about the consequences of these things. ബിബ്ലിക്കൽ ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസിനെ നമ്മൾ മനസ്സിലാക്കാൻ We also talked about the biblical as well as the historical examples. ഈ ഇങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ടെങ്കിൽ അതിന്റെ സിംപ്റ്റംസ് എന്താണെന്ന്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു. We also saw what are the symptoms if you deal with these situations. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരംഭിച്ചു അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം എന്ന്. Last week we talked about how do we handle those. ഇന്ന് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക. And we are continuing that thought today. ഈ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരുപാട് സജഷൻസ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. We also going to hear about a lot of suggestions how to handle these situations. ചിലരെങ്കിലും നോട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. I know some of you are taking notes. ചിലര് പവർ പോയിന്റ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ അതിന്റെ പിക്ചർ എടുത്ത് ഫോണിൽ എടുത്തു വെക്കുന്നുണ്ട്. And some of you are taking pictures of the PowerPoint. അത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി നിങ്ങൾ ഒരു സ്റ്റഡി ആയിട്ട് നിങ്ങൾ തന്നെ അത് ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish that you will develop it as a study, taking the notes as well as the PowerPoints. നമുക്കറിയാം, നമുക്ക് ഈ ഫിലിം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നിടത്ത് ഒരു dark room ഉണ്ട്. As all of you know, there is a dark room associated with the developing films. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ അവര് പിക്ചർ എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അത് ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്യും. If you go to a studio, that they will take the picture and go to a dark room to develop that picture. അപ്പോൾ ആ ഡാർക്ക് റൂം എന്ന് പറയുന്ന പിക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. And that dark room is the place where you develop the picture. പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഡാർക്ക് റൂമുകളുണ്ട്. As there are dark rooms as Satan has built. ആ ഡാർക്ക് റൂമിൽ അദ്ദേഹത്തിന്റെ പരിപാടി ഈ നെഗറ്റീവ്സ്, ഡിപ്രഷൻ എല്ലാം ഡെവലപ്പ് ചെയ്യുകയാണ്. So his plan for the dark room is to develop these negative thoughts and ideas in your mind. അപ്പോൾ പിശാച് എന്തുവാ ചെയ്യുന്നത്? What does the Satan do? ഒരു ഡാർക്ക് റൂം ഉണ്ടാക്കി വെച്ചിട്ട് ഈ പിക്ചേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുക. So he is creating this dark room environment and creating these negative pictures. So
ഓൾ ദ നെഗറ്റീവ്സ് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. So he is creating all these negative ideas and thoughts in that dark room. ഇന്ന് രാവിലെ ഇവിടെ എത്ര പേര് അങ്ങനെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. I don't know how many of you are sitting with those negative thoughts. അവരുടെ ജീവിതത്തിൽ പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡാർക്ക് റൂം, ഒരു ഇരുണ്ട മുറി. There is a dark room in your life that the Satan had created. അത് ഇങ്ങനെ തുടർമാനമായിട്ട് നെഗറ്റീവ്സ് ജീവിതത്തെ സംബന്ധിച്ചുള്ളത് ഇങ്ങനെ ഡെവലപ്പ് So ചെയ്യുന്നു. continuously developing these negative thoughts in that dark room every day. ഇന്ന് രാവിലെ ഒരു പക്ഷേ അങ്ങനെയുള്ള നെഗറ്റീവ്സുമായിട്ട് നമ്മൾ പലരും ഇരിക്കുന്നുണ്ട്. Some of you may be sitting here with that negative thoughts this morning. പിശാച് ഒരുപാട് കളവ് നമ്മുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. And Satan has murmured many lies in your ears. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടെ ചലഞ്ചസിൽ കൂടെ പോകുന്നവരോട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിൽ നിങ്ങൾ ഒരിക്കലും പുറത്തു വരാൻ And പോകുന്നില്ല. those who are dealing with these issues, he is constantly telling you, you will never get out of this situation. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിശാച്. And he is constantly telling you, you will continue in this state. അത് കേട്ട് കേട്ട് നമ്മുടെ ആശയെല്ലാം And നഷ്ടപ്പെട്ടിരിക്കുകയാണ്. constantly you hearing that voice and you lost all hope. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. So we want to escape from that situation. അത് കാരണം ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല. So it is not something that affects one individual. അത് ഒരു വ്യക്തിക്ക് സംഭവിച്ചാൽ ആ കുടുംബത്തെ അത് ബാധിക്കും. So if an individual is affected, the whole family is affected. ഒരു കുടുംബത്തെ അത് ബാധിച്ചാൽ അത് സഭയെ ബാധിക്കും. If a family is affected by that, the whole church is influenced. സമൂഹത്തെ അത് ബാധിക്കുവാൻ തക്കവണ്ണം And it ഇടയാകും. is also able to affect a society. അതുകൊണ്ട് അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടത് അത്യാവശ്യമാണ്. So that is why it's easy and it's important that you nip it in the bud. അത് ഒരുപാട് സഭകളെ, സമൂഹങ്ങളെ, കുടുംബങ്ങളെ താറുമാറാക്കിയിട്ടുണ്ട്. So it has destroyed many churches and families in the past. അതുകൊണ്ട് ഈ ഡാർക്ക് റൂമുമായിട്ടൊന്ന് ഡീൽ ചെയ്യണം. So we must deal with this dark room environment. പിശാച് വന്ന് ഇങ്ങനെ പിക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഡാർക്ക് റൂം ഉണ്ടല്ലോ. But the dark room that I'm talking about is the negative thoughts and the room that Satan uses. അതിനെ നമുക്കൊന്ന് ഡീൽ ചെയ്യുവാൻ ഇടയാകണം. So today we should be able to deal with that dark room. എങ്ങനെയാ സഭകൾ സാധാരണ ഇതിനോട് പ്രതികരിക്കുന്നത്? How do churches respond to these things? The church's response is no response. മിക്കവാറും സഭകളൊക്കെ ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസ് എന്ന് Or പറയുന്നത്. ignoring the problem by the churches. അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലം അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു റെസ്പോൺസും ഇല്ല. There is no response. അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക. Or ignoring the situation. അത് ഇല്ലാത്തതുപോലെ ഭാവിക്കുകയാണ്. They pretend like it does not exist. എല്ലാം ശരിയാണെന്ന് പറയുക. Everything is okay. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയെ അടക്കി എന്ന് പറഞ്ഞു. And many times we hear this phrase, using darkness to fill a hole. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഭാവിക്കുക. And many times we pretend like the problem does not exist. അങ്ങനെയല്ല അതിനെ ഡീൽ And ചെയ്യുന്നത്. we should not deal with the problem നമ്മൾ that way. തിരിച്ചറിയണം. We should recognize the problem. എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് We തിരിച്ചറിയണം. need to identify the problem. എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്നിൽ കാണുന്നതെന്ന് We തിരിച്ചറിയണം. need to know about the signs of the problem. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയണം. We need to identify how we can handle those situations. ഞാൻ ആരംഭം മുതലേ എല്ലാ സൺഡേയിലും ഓർമ്മിപ്പിക്കുന്നത് പോലെ, As I have been reminding you from the very first Sunday, ഞാൻ ഇവിടെ ഒരു ക്ലിനിക്കൽ ഒരു റെമഡി അല്ല ഞാൻ I'm പറയുന്നത്. not prescribing a clinical remedy here. ഞാൻ ഇവിടെ പറയുന്നത് പാസ്റ്റർ എന്നുള്ള നിലയിൽ ഒരു ആത്മീകമായിട്ടുള്ള അതിന്റെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. As a pastor of your church, I am only talking to you about the spiritual remedies. സ്പിരിച്വൽ റീസൺസും ബിബ്ലിക്കൽ റെമഡീസും ഞാൻ I'm പറയുന്നത്. talking about spiritual reasons and biblical remedies. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണ്. And we saw first last week. ഒന്നാമത് നമുക്ക് ഇതിന്റെ മധ്യത്തിൽ ഒരു ഓർമ്മയുണ്ടാകണം. God is bigger than this problem. In the midst of our problem, we must be constantly reminded God is bigger than our problems. എന്റെ ഈ പ്രശ്നത്തെക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനാ. More than the problems that deal with, our God is bigger God than our problem. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 ദിനവൃത്താന്തം പുസ്തകത്തിൽ നിന്ന് വായിച്ചതുപോലെ, Just like we read in 2 Chronicles last week, അവിടെ രാജാവ് പറയുകയാണ് ഇസ്രായേൽ മക്കളോട്, അശൂർ രാജാവിനെയും അവന്റെ സൈന്യത്തെയും ഭയപ്പെടരുത്. and
And the king is saying, do not be afraid of the Assyrians. കാരണം അവനോട് കൂടെയുള്ളവരിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. Because there is a one greater than with us than he that is with those people. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. And with them are the only fleshly arms. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നടത്തുവാനും യഹോവയായ ദൈവമുണ്ട്. With us he is the Lord God who help us and fight our battles. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവം വലിയവനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. We need to confess our God is greater than our problems. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നടക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മുടെ ഏകരായിരിക്കുമ്പോഴും കുടുംബത്തിലായിരിക്കുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ഇത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കും. So we need to constantly confess in front of our families, in front of our friends, constantly that God is bigger than our problem. എൻ്റെ ദൈവം വലിയവൻ. My God is great. നമ്മുടെ ഭവനങ്ങളിൽ ആ വാക്കുകളൊന്ന് മുഴങ്ങട്ടെ. And let that sound reverberate in our homes. നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊന്ന് കേൾക്കട്ടെ. Let our children hear those voice. നമ്മുടെ പ്രാർത്ഥനകൾ അത് നമുക്ക് ഏറ്റുപറയാം. Let us confess that in our daily prayers. ദൈവത്തിന് സ്തോത്രം. Praise God. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ സഫിഷ്യൻസി, നമ്മുടെ പൂർണ്ണത എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് മാത്രമാവരുത്. The second thing we need to remember, our sufficiency, the source is our Lord. നമ്മുടെ സ്വയപ്രയത്നങ്ങളാലല്ല. Not because of our works. നമ്മൾ സ്വയം പ്രയത്നിക്കണ്ട എന്നല്ല I'm പറയുന്നത്. not telling you you need to work for it or you need to labor. പ്രത്യുത നമ്മുടെ പര്യാപ്തത എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് മാത്രം വരുന്നത്. Our limitations, our identity is from the Lord. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ചിലർ രഥങ്ങളിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കും. That is why the psalmist says some people depend on the chariots and the horses. ഞാനോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. But I will depend on the Lord Jehovah. അവർ കുനിഞ്ഞു വീണുപോകും, They will fall. ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. But we will rise up. അപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. But there is a distinction there. കാരണം എന്റെ സഫിഷ്യൻസി വരുന്നത് പൂർണ്ണനായ കർത്താവിൽ നിന്ന്. But my sufficiency comes from the Lord, who is the full epitome of fullness. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതിലുമല്ല, ഞാൻ സ്ട്രൈവ് ചെയ്യുന്നതിലുമല്ല. It's not my striving or my struggling. ഒരു കർത്താവിന്റെ ദാസ്യ പറഞ്ഞ പോലെ ഇറ്റ്സ് നെസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിൽ ഇങ്ങനെ അങ്ങ് വസിക്കുക, അങ്ങ് കൂടെ വസിക്കുന്ന അനുഭവം. A woman of God said that you are nestled, meaning you are dwelling in the Lord. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഓർമ്മപ്പെടുത്തുക, നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുക. When we come with the problems and difficulties when we face, we need to remind ourselves. എന്റെ അധ്വാനത്തിലും പരിശ്രമത്തിലും അല്ലല്ലോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയുന്നത്. I am not able to, with my own abilities and my own works or my own strength, I am not able to overcome these things. എന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിജയമുണ്ടാകുന്നത് ക്രിസ്തുവിന്റെ പര്യാപ്തതയിൽ നിന്ന്. And among my problems, my sufficiency is in Christ. ഇസ്രായേൽ മക്കള് യെരൂശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ മടങ്ങി വന്നപ്പോൾ, And when Israel came back from their captivity back to Israel, സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലാണ് മടങ്ങി വന്നത്. they came in the leadership of Zerubbabel. 50,000 ആളുകൾ മടങ്ങി വന്നു. About 50,000 people came back. അപ്പോൾ ആലയത്തിന് അവർ അടിസ്ഥാനമിട്ടു. And they laid the foundation of the temple. ആലയം പെട്ടെന്ന് പണിത് തീർക്കാൻ ആഗ്രഹിച്ചു. They wanted to quickly build the temple back. പക്ഷേ ആലയത്തിന്റെ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴേ മനസ്സിലായി റിസോഴ്സസ് ഇല്ല. As they started the work of the temple, they realized they ran out of resources. പണി കണ്ടിന്യൂ ചെയ്യാൻ ഒക്കുന്നില്ല. They are not able to continue the work of the 15 temple. വർഷത്തോളം ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു. 15 years the work of the temple was delayed. അപ്പോൾ എല്ലാവരും ഓർത്ത് ഇനി പണി നടക്കുകയില്ല. And everybody thought it would be impossible to finish. സെരുബ്ബാബേൽ ഉൾപ്പെടെ നിരാശപ്പെട്ട് കാണും. And even Zerubbabel, the leader himself, may have been disappointed. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ സെരുബ്ബാബേലിനോട് ഇസ്രായേൽ മക്കളോട് പറയുന്നത്. And that is when the word of the Lord came through the prophet to Zerubbabel. സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണ്. And this is the revelation of God to Zerubbabel. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. The Lord saying that not by my hand, by your hand or the army,
but by the might of the Lord. സെരുബ്ബാബേലെ നീ പറയും റിസോഴ്സസ് ഇല്ലെന്ന്. Zerubbabel, you may think you don't have resources. സെരുബ്ബാബേലെ നീ പറയും നിങ്ങൾ ഒരു ചെറിയ കൂട്ടമാണെന്ന്. Zerubbabel, you may say that you are a small group, പക്ഷെ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, but not by the might or the army. എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. But the Lord of the great army say, by my great power you will overcome this ജീവിത problem. സാഹചര്യങ്ങളെ കൊണ്ട് നോക്കിക്കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നവരോട്, If you are looking at the different circumstances and you are depressed, ദൈവത്തിന്റെ ആത്മാവ് ഇന്നും അത് തന്നെയാ പറയുന്നത്. that is the same thing the Holy Spirit is speaking to you this morning. മകനെ മകളെ നിന്റെ പരിശ്രമം കൊണ്ടല്ല, Dear son or daughter, not by your might, നിന്റെ വലിയ അധ്വാനം കൊണ്ടുമല്ല, not by your works. സൈന്യങ്ങളുടെ യഹോവയാൽ ഇത് സംഭവിക്കും. It will happen because of the mighty hands of the Lord. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ അതുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ പറയാം. So this morning let us remind ourselves. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഏത് ഭവനവും ചമപ്പാൻ ഒരുവൻ വേണം, And സകലവും ചമച്ചവൻ ദൈവം തന്നെ. in Hebrews we read that for every house there is a builder, but the one who build is the God. അപ്പൊ ഞാൻ എത്ര പണിയാൻ ശ്രമിച്ചാലും, എത്ര ഭവനം പണിയാൻ ശ്രമിച്ചാലും, Regardless of how hard you work to build something, എന്റെ ജീവിതത്തെ പണിതുയർത്താൻ ശ്രമിച്ചാലും, even if I try to build my own life, ആത്യന്തികമായിട്ട് ഇത് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. but all those resources come from our God, our Creator. എന്റെ സ്വയപ്രയത്നത്തിലല്ല. Not with my own hard work. ഹല്ലേലൂയ. Hallelujah. നമ്മൾ പാടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. There is a beautiful song we sing. My hope is built on nothing less than Jesus' blood and righteousness. I dare not trust the sweetest frame, but wholly lean on Jesus' name. On Christ the solid rock I stand. All other ground is sinking sand. All other ground is sinking sand. പറയാം, ക്രിസ്തന്മേലാണ് ഞാൻ നിൽക്കുന്നത്. I stand on the solid rock of Christ. മറ്റ് ഉള്ളതെല്ലാം വെറും മണൽ മാത്രമാണ്. All the other things are sinking sand. മറ്റുള്ളതെല്ലാം മാറിപ്പോകും. All those things will change. പക്ഷേ ക്രിസ്തു എന്ന പാറമേൽ നാം ഉറച്ചു നിൽക്കുകയാണ്. But on the solid rock on a rock that we stand firm. അതുകൊണ്ട് ഇന്ന് ആരും ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്. And I say that nobody should be overwhelmed because of that. എങ്ങനെ എനിക്ക് നിലനിൽക്കാമെന്നല്ല നോക്കേണ്ടത്. You should not be able to be thinking how I can survive. എങ്ങനെ നമുക്ക് വിജയിക്കുവാൻ കഴിയും. You should be thinking how I can be victorious. എങ്ങനെ നമുക്ക് ജയാളികളായി തുടരുവാൻ കഴിയും. How can we continue to live a victorious Christian life? ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, The word of God is reminding us. നാമോ ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. And we will be victorious through the Christ who loved us. We are more than conquerors. We are more than conquerors in Christ. Hallelujah. Hallelujah. ഇന്ന് രാവിലെ നമ്മൾ കോൺകറേഴ്സ് ആണ്. Are we conquerors in Christ this നമ്മുടെ morning? ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മേൽ നമ്മൾ കോൺകറേഴ്സ് ആകാനാ ദൈവം ആഗ്രഹിക്കുന്നത്. God is desiring us to be conquerors on the situations that we are facing. കീഴടങ്ങിയിരിപ്പാനല്ല. Not to surrender yourself. ഇരുള് മൂടിയ അവസ്ഥകളെ നോക്കിക്കൊണ്ട് Look at the dark situation and ഈ say, വാക്യങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് we കഴിയണം. should be able to confess these words. We are more than conquerors. We are more than conquerors. Because the Lord is with us. കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട്. Because He is our sufficiency. നമ്മുടെ സകലവും സംതൃപ്തി അവനിലാണ്. Hallelujah. Hallelujah. ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, ഇമോഷണൽ ഡിസോർഡറിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, If you want to come out of emotional distress, we have to allow God to reign supreme in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പരിപൂർണ കൺട്രോളിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആത്യന്തിക നന്മയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ദൈവം നല്ലവനെന്ന്. We should continue to believe God is a good God. ദൈവം എന്റെ നന്മ And ആഗ്രഹിക്കുന്നവനെന്ന്. He desires our well-being. അവന്റെ ഹിതം എനിക്ക് പ്രസാദമുള്ളതാന്ന്. And His desire is for my good.
അതെന്നെ പണിതെടുക്കാനുള്ളതാണ്. That is to build me up, എന്നെ നശിപ്പിക്കാനുള്ളതല്ലെന്ന്. not to tear me down. അതുകൊണ്ട് എന്റെ എല്ലാ സാഹചര്യങ്ങളും ഞാൻ ദൈവത്തെ സുപ്രീം ആക്കുകയാണ്. So in every situation I will consider him as supreme. കഷ്ടമായാലും നഷ്ടമായാലും, Whether it is a loss or a gain, രോഗമായാലും ആരോഗ്യമായാലും, whether it is health or sickness, വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയാലും സന്തോഷത്തിന്റെ വേളകളാണെങ്കിലും, even if I go through difficulties or joy in my life, ദൈവത്തിന് പരമാധികാരം കൽപ്പിക്കുക. we should give ultimate control to our Lord Jesus. Hallelujah. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പരമാധികാരം So കൽപ്പിക്കുക. give ultimate authority to him over your life. അങ്ങനെയാ നമ്മള് ജീവിതത്തിൽ വിജയം കണ്ടെത്തും. And that is how we become victorious. നമ്മൾ പലപ്പോഴും ഓർക്കും നമുക്ക് വിക്ടോറിയസ് ആകാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറണമെന്ന്. And many times we think we need to be, our circumstances need to change for us to be victorious. എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നു? How many of you think that way? I am sure most of us, if not all of us. ഇവിടെ ഇരിക്കുന്നവർ പലരും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ പറയുന്നത് എന്റെ സാഹചര്യങ്ങളൊന്ന് മാറിയെങ്കിൽ എനിക്ക് വിക്ടോറിയസ് ആകാം. Many times we think our circumstances need to change for us to be victorious. അങ്ങനെയല്ല ദൈവം നോക്കുന്നത്. And that is not the way God looks. നമ്മുടെ സാഹചര്യങ്ങൾ മാറണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God is not desiring our circumstances change. നമ്മൾ മാറണമെന്നാ ദൈവം He ആഗ്രഹിക്കുന്നത്. desires us to change. നമ്മളിൽ മാറ്റം വരണം. We need to have transformation within നമ്മുടെ us. സമീപനങ്ങളിൽ മാറ്റം വരണം. We need to change our approach. നമ്മുടെ നടപ്പിൽ മാറ്റം വരണം. In our walk, in our talk, we need to change. അപ്പൊ നമ്മൾ മാറിക്കഴിയുമ്പോൾ As we change, നമ്മുടെ സാഹചര്യങ്ങൾ മാറി. our circumstances change. നമ്മൾ റിവേഴ്സ് ചെയ്താ ചിന്തിക്കുന്നത്. We often think in reverse. ഹല്ലേലൂയ. Hallelujah. മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ? I don't think you understood what I'm saying. നിങ്ങൾ എന്നെ നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പിടികിട്ടിയില്ല. As you are staring at me, and I don't think you got what I said. സാഹചര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മോട്. Let our Christian life should not be dictated by our circumstances. സാഹചര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എന്തോ എടുത്തേനെ? And what would happen to Apostle Paul if circumstances dictated his life? പൗലോസ് പറയും ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനുമാകുന്നു. Paul is saying, even though I am weak, I am strong. അതുകൊണ്ട് എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. So because of that, I take pride in my weakness. എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശൂലമുണ്ട്. There is a thorn that is pushing me. അത് മാറിക്കിട്ടേണ്ടതിന് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. I have asked the Lord to remove that thorn 3 times. ദൈവം അത് മാറ്റി തന്നില്ല. But God did not remove it. പക്ഷേ എന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി. But he changed my attitude. കാരണം അവൻ പറയുന്നത് ഞാൻ കേട്ടു. But I heard what he said. പൗലോസേ എന്റെ കൃപ നിനക്ക് മതി. Paul, my grace is sufficient for you. എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നതാണ്. My grace is fulfilled in your weakness. അതുകൊണ്ട് ഈ ബലഹീനതയെ ഞാൻ പിന്നെയും പ്രശംസിക്കും. So because of that, I pride myself in this weakness. അവന്റെ കൃപ പിന്നെയും എന്റെ മേൽ ആവസിക്കേണ്ടതിന്. Because of his grace, who should be continue to be with me. ഓ എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. So I will thank God in my weakness. ഹല്ലേലൂയ. Hallelujah. സാഹചര്യങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നത് നിർത്ത്. So stop praying for your circumstances to change. എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ So തുടങ്ങുക. ask the Lord to change you. എത്ര പേര് ആമേൻ പറയും ഇന്ന് How many രാവിലെ? of you will say amen to that? എനിക്കറിയാം ഒത്തിരി കൈ പൊങ്ങുകയല്ലെന്ന്. I know many hands will not come കാരണം up. നമ്മളെല്ലാം മാനുഷികമായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റണമേ. So as humanly possible, we all think our circumstances should change. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ മാറണം. So the word of God admonishes us that we should change. ഹല്ലേലൂയ. Hallelujah. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിന്റെ ഒരു ലേഖനമാണ് നമുക്കറിയാം. We know the book of Philippians is a happy, a joyful book. അത് എഴുതപ്പെട്ടത് റോമ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോഴാണ്. And Paul was in the Roman dungeon when he was writing that. തണുത്ത പ്രതലത്തിൽ ഒരുപക്ഷെ കിടക്കുകയാണ്. He may have been lying on a cold floor. ബന്ധിക്കപ്പെട്ടവനായിട്ട് ഒരുപക്ഷെ He കിടക്കുകയാണ്. was in chains possibly. ജീവിതത്തിൽ മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഒന്നുമില്ലാതെ He താനായിരിക്കുക. didn't have many of the freedoms other people enjoyed. പക്ഷേ ഏറ്റവും ജോയ്ഫുൾ ലെറ്റേഴ്സിൽ ഒന്നായിട്ട് പറയുന്നത് ഫിലിപ്പിയ ലേഖനമാണ്. But most of the joyful letters, epistles he written is from this jail. ഫിലിപ്പിയ ലേഖനത്തിലെ 4 പ്രാവശ്യം തന്റെ തടവിനെ കുറിച്ച് ബന്ധനത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. He is talking about his imprisonment 4 times in the book of Philippians. സന്തോഷത്തെ കുറിച്ച് എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്ന് അറിയാമോ? Do you know how many times he talks about joy?
16 പ്രാവശ്യം. 16 times he talks about joy. അവൻ ജയിലിൽ കിടക്കുന്ന പൗലോസ് The person who is in prison, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന he അവസ്ഥയിൽ could really imagine that he lost all freedom and he's in chains. തന്നെ എപ്പോ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് അറിയാതെ കിടക്കുന്ന He's പൗലോസ് waiting for his execution at any possible moment. സന്തോഷത്തെ കുറിച്ച് But പറയും. he's speaking about joy. സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. He's saying, I want to rejoice. I want you to rejoice. കർത്താവിൽ പിന്നെയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. I say rejoice in the Lord always. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റാൻ പ്രാർത്ഥിക്കുകയല്ല. So don't ask for your circumstances to be എന്നെ changed. മാറ്റണമേ. Lord, change me. ഹല്ലേലൂയ. Amen. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. I want to remind you something very important. റീഓർഡറിങ് അവർ പ്രൈവറ്റ് വേൾഡ്. നമ്മുടെ രഹസ്യ ജീവിതം നമ്മൾ റീഓർഡർ ചെയ്യണം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു ഓർഡർ കൊണ്ടുവരണം. And to bring an order to your private life. പലരും ഇങ്ങനെയുള്ള മെന്റൽ ഡിസോർഡേഴ്സിലും ഇമോഷണൽ ഹെൽത്ത് ഡിസോർഡറിലൊക്കെ പോകുന്നവര് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഓർഡർ ഇല്ലായ്മ അതിനൊരു മൂല കാരണമാണ്. Many of the root causes of this problem is some people's private life are in chaos. സ്വകാര്യ ജീവിതം ഒരു ക്രമാനുസരണമായിട്ട് പോകാതെ മറ്റെന്തെല്ലാം ഫിക്സ് ചെയ്യാൻ നോക്കിയാലും ശരിയാകത്തില്ല. If your private life is a mess and is not orderly, then you try to fix everything else, it will not be possible. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe you're listening to me. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഓർഡർ In കൊണ്ടുവരണം. your private life, in your individual life, you need to bring order. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റെസൊല്യൂഷൻ ഒന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. So I'm not saying our Christian life is a set of rules or rituals or rules. ഡൂസും ഡോൺസും എല്ലാം മാത്രമുള്ളതല്ല ക്രിസ്തീയ ജീവിതം. It is not a set of do's or don'ts. ക്രിസ്തീയ ജീവിതം സന്തോഷിക്കുക ആനന്ദിക്കുക ഒരു ജോളി ലൈഫാ. A Christian life is a joyful life where you need to rejoice and be joyful. എന്നാൽ അതിലൊരു ഓർഡർ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. But God desires even in that situation to be orderly. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുന്നു ആ സെയിങ് ഇംഗ്ലീഷിലുള്ള ഓർഡർ ഈസ് ഹെവൻസ് ഫസ്റ്റ് ലോ. ഓർഡർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ആദ്യത്തെ ലോ ആണെന്ന് ചിലരും കേട്ട് കാണും. ആമേൻ. Amen. കർത്താവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയാ സൃഷ്ടിച്ചത്. And that is the way God created us. ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചു നോക്കിക്കേ. If you read Genesis, സൃഷ്ടിയുടെ ഓർഡർ ഒന്ന് നോക്കിക്കേ. look at the order of the creation. അവൻ എത്ര ഓർഡറില ക്രമാനുസരണമായിട്ടാണ് കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചത്. Everything was orderly in one after the other. അപ്പം ഈ ഓർഡറിനെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. God is a God who desires order. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന കൊരിന്ത്യ ലേഖനത്തിൽ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. And that is why we read in Corinthians, God is a God of not a God of chaos. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ പ്രവചിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നവർ പോലും Those people who are prophesy and speak in the Holy Spirit, സകലവും ചന്തവും ക്രമവുമായി ചെയ്യട്ടെ. everything should be in decent and orderly manner. അപ്പം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാകണം. So God really desires us to be orderly. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് ക്രമം കൊണ്ടുവരേണ്ട ഏതേലും ഏരിയ കാണുന്നുണ്ടോ? Are you looking back at your life and finding any areas that you need to have order? Where is my time എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? How many of you ask, where is my time? എന്റെ സമയമല്ല എവിടെ പോയി ദൈവമേ? Where did all my time go? 24 മണിക്കൂർ എനിക്ക് ഉണ്ട് ഒരു ദിവസം, സമയം എവിടെ പോയി? I have 24 hours a day, where did time go? 365 ദിവസം ഉണ്ട് ഒരു വർഷത്തിൽ, സമയം എവിടെ പോയി? We have 365 days in a year, where did the time go? ഒരു ക്രമമില്ലാത്ത നടപ്പ് കൊണ്ട്, Because of you have no order in your life. ക്രമമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് You live disorderly. ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. You have tremendous loss because of that. അനേക ഏരിയാസിൽ ക്രമം കൊണ്ടുവരണം. You need to bring order in many of your parts of your life. എഴുന്നേൽക്കുന്നതിലും കിടക്കാൻ പോകുന്നതിലും ക്രമം കൊണ്ടുവരണം. You should have order in when you get up or when you go to bed. സമയം ചെലവഴിക്കുന്നതിൽ ക്രമം You കൊണ്ടുവരണം. should have order in how you spend your time. സാമ്പത്തികമായിട്ടുള്ള നന്മകളെ ചെലവഴിക്കുന്നതിൽ ക്രമം You കൊണ്ടുവരണം. should have order in how you spend your money or your financial wellness. എന്തിനാണ് പ്രയോറിറ്റി എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ സാമ്പത്തിക നന്മകൾ ചെലവഴിക്കണം. We need to understand what the priority as in use of the wealth God has given you. വെറുതെ ചുമ്മാ നിലനിൽക്കാത്തതിനു വേണ്ടി മാത്രം ഓടി അധ്വാനിച്ച്
പൈസ ഉണ്ടാക്കി പൈസ ചെലവ് ചെയ്ത് ജീവിക്കരുത്. Don't just waste your time, go running after the things and wasting your resources and time. ഒരു വിശ്വാസിയെങ്കിൽ ആ കാഴ്ചപ്പാടോടെ ജീവിക്കണം. If you are a believer, you need to have that vision in your life. ഹലോ, നമ്മുടെ ആരോഗ്യത്തോടുള്ള സമീപനത്തിലും ക്രമം കൊണ്ടുവരണം. Regarding your health, you need to have order and discipline. അനേക രോഗങ്ങൾ പലപ്പോഴും നമ്മളെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാത്തതുകൊണ്ട്, And many of the sicknesses are we inherit because we don't take care of our health. അതുകൊണ്ട് നമ്മുടെ ശരീരം എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും പറഞ്ഞു ജീവിക്കാനിടയാകരുത്. And don't also think that your body will last forever. നമ്മുടെ ആഹാരക്രമങ്ങളിൽ ഒരു ക്രമം കൊണ്ടുവരണം. So in your eating habits, you need to have discipline. ഭക്ഷിക്കാനായിട്ട് ജീവിക്കരുത്, ജീവിക്കാനായിട്ട് ഭക്ഷിക്കാവൂ. So don't live to eat and don't eat to live. Just eat to live. Eat, drink and be merry എന്ന് പറയുന്ന എപ്പിക്യൂരിയൻ ഫിലോസഫി ആയിട്ട് പിന്തുടരരുത്. Don't be like the Epicureans that drink and be merry and one day you die. നമുക്ക് ജീവിക്കണം. And we need to live. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. We need to live for the glory of God. അതിന് ഞാൻ എന്ത് ഭക്ഷിക്കണം? So what should I eat for that? ഞാൻ എന്ത് കുടിക്കണം? What should I drink for that? എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. Everything should be dictated by the word of God. നമ്മുടെ പ്രൈവറ്റ് വേൾഡിൽ ഒരു ക്രമം കൊണ്ടുവരണം. In our private world, we should have a discipline and order. എത്ര പേര് ആമേൻ പറയും? How many of you will say amen? Hallelujah. Hallelujah. Very very important thing. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രൈവറ്റ് വേൾഡിൽ ഒരു ക്രമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, once we bring an order to our private life, എല്ലാ കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പുകൾക്ക് മാറ്റം ഉണ്ടാകും. when then your choosing will be different. പണം ചെലവ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. Then your how you spend money will be different. ഇടപാടുകളിൽ വ്യത്യാസം ഉണ്ടാകും. In your dealings it will be different. Hallelujah. Amen. സെക്കൻഡറി ആയിട്ടുള്ള പ്രാഥമികമല്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ കണ്ണിങ്ങനെ പലപ്പോഴും ആയിരിക്കുക. Many times we focused on the secondary things, not on the primary things. അതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റി and take away your eyes from the secondary. നമ്മുടെ കണ്ണുകൾ നിത്യമായതിലേക്കും നിലനിൽക്കുന്നതിലേക്കും തിരിയാൻ തുടങ്ങും. Turn our eyes to things that are eternal and that would last forever. Hallelujah. 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 Amen. Hallelujah. Hallelujah. നമ്മുടെ പ്രൈവറ്റ് ലൈഫിനെ നമുക്ക് നോക്കാം. Let us examine our private life. വേറെ ആർക്കും അറിയത്തില്ല. Nobody else knows your private life. ഒരുപക്ഷേ നമ്മുടെ ഫോണിന് അറിയായിരിക്കും. Your phone may know what your private life അല്ലേ is. നമ്മുടെ ഇന്റർനെറ്റിന് അറിയാം. Our internet usage will know our private life. നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ അറിയാം. Our computers will know. വീട്ടിലെ പ്രിയപ്പെട്ടവർക്ക് പോലും ഒരുപക്ഷേ അറിയത്തില്ലായിരിക്കും. Maybe your family members may not know. പക്ഷേ ദൈവം അറിയുന്നുണ്ട് But കേട്ടോ. there is a God who knows all those. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ The അറിയുന്നുണ്ട്. psalmist says, my sitting and my rising, our God knows. എന്റെ നിരൂപണം പോലും അവൻ ദൂരത്ത് നിന്ന് Even ഗ്രഹിക്കുന്നു. my imagination, he understands. അതുകൊണ്ട് അവനെ ഒളിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ So കഴിയില്ല. there is nothing I can hide from him. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതാ പറഞ്ഞത്. That is what psalmist says in Psalm നിന്നെ 139. ഒളിച്ച് ഞാൻ എവിടെ പോകും? Where will I go and hide from you, O Lord? പാതാളത്തിൽ ഞാൻ ചെന്നാൽ അവിടെ നീ ഉണ്ട്. If I go to the depths of the dungeons, you are there. സ്വർഗ്ഗത്തിൽ ഞാൻ ചെന്നാൽ അവിടെ നീ ഉണ്ട്. If I go to heaven, you are there. ഇരുട്ടെനിക്ക് മറവായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. And I want to hide from the darkness, but say even the darkness are light to you, O നിന്റെ God. കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. There is nothing hidden from your eyes, O എന്നെ God. കാണുന്നവൻ ഇവിടെയും എന്നെ കാണുന്നുണ്ട്. Hey, the one who sees me even today, he sees me. ഞാൻ ഏകനായിരിക്കുമ്പോൾ എന്നെ കാണുന്നുണ്ട്. Even when I'm alone, he sees me. എന്റെ ബെഡ്റൂമിൽ അവൻ എന്നെ കാണുന്നുണ്ട്. He sees me in my bedroom. എന്റെ പ്രവൃത്തിയുടെ മേഖലകളിൽ അവൻ എന്നെ In കാണുന്നുണ്ട്. my work environment, he sees me. എന്റെ പ്രൈവറ്റ് ലൈഫിൽ ഒരു ഓർഡർ വേണം. Your private life needs an order. ഇന്ന് രാവിലെ എത്ര പേർ അവരോട് പറയും? As how many of you will say to yourself, വേറെ ആരും അറിയണ്ട, nobody need to know. നിങ്ങളും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. Only you and God needs to understand. ദൈവത്തോട് ഇന്ന് രാവിലെ പറ, Say to God, കർത്താവേ, എന്റെ പ്രൈവറ്റ് വേൾഡിൽ ഒരു ഓർഡറും ഇല്ലായിരുന്നു. Lord, I did not have an order in my private life. ഹല്ലേലൂയ. Hallelujah. പലപ്പോഴും നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാ. And that is one of the biggest reason for our problems. ഒരു ക്രമം ഉള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ നമ്മെ ഏൽപ്പിക്കാം. Let us surrender ourselves to be in a disciplined and orderly അത് life. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും ബാധിക്കട്ടെ. Let that influence every aspect of your life. ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്ന് പകൽക്കാലം ഞാൻ I want to remind you one more thing and conclude. Demolish the strongholds. നമ്മുടെ ജീവിതത്തിന്മേൽ സ്വാധീനം ചെലുത്തുന്ന വലിയ കോട്ടകളുണ്ടല്ലോ, നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന കോട്ടകൾ.
There are strongholds in our life, you only know, that binds us. ആ കോട്ടകൾ നമുക്കൊന്ന് പുറത്തിറങ്ങണം. And let us come out of that bondage. ഹലോ, Amen. എത്ര പേരുടെ ജീവിതത്തിൽ സ്ട്രോങ് ഹോൾസ് ഉണ്ട്? How many of you have strongholds in your life? Years of wrong thinking. വർഷങ്ങളായിട്ടുള്ള തെറ്റായ ചിന്താഗതികൾ. അത് നമ്മൾ ഇങ്ങനെ പുലർത്തി പോന്നതാ. You continuously dwell in that. ഒരുപാട് prejudices, മുൻവിധികളുമായിട്ട് ജീവിക്കുകയായിരുന്നു. Many of you live with many prejudices. ഒരുപാട് മറ്റുള്ളവരെ കുറിച്ചുള്ള ദോഷമായിട്ടുള്ള നിരൂപണങ്ങളുമായി ജീവിക്കുകയായിരുന്നു. Thinking or wrong thinking about others. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴികഴിവ് പറഞ്ഞ് ജീവിക്കുകയായിരുന്നു. Many times you using excuses to survive. അതിന്റെ ബന്ധനത്തിൽ ഇന്ന് പകലിൽ നമ്മൾ ഒരുപക്ഷേ ആയിരിക്കും. Maybe you are in the bondage of those situations. ഒരുപക്ഷേ പലപ്പോഴും ശ്രമിച്ചു നോക്കി. Many times you tried. പുറത്തു വരാൻ പറ്റുന്നില്ല. You're not able to come out. പലതിനോട് നോ പറയാൻ ഒക്കുന്നില്ല. You're not able to say no to many things. എത്ര പേര് ജീവിതത്തിൽ ഒരു ബന്ധനം കാണുന്നുണ്ട്? How many of you see a bondage in your life? ഒരുപക്ഷേ നമ്മിൽ പലരും അങ്ങനെയുള്ള പല ബന്ധനങ്ങളിലുമായിരിക്കാം. Many of you may be in that bondage. സ്ട്രോങ് ഹോൾസ്. The strongholds. അത് നമ്മെ ഇങ്ങനെ ബന്ധിച്ചു കോട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്നു. That is tying you up in that fort and the fortress. നമുക്ക് അതിൽ നിന്ന് പുറത്തു വരണം. And we need to come out of that. അതിനുള്ള ആയുധങ്ങൾ ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. The word of God gives us weapons to overcome those things. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാ പറഞ്ഞത്. Apostle Paul says, ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുന്നെന്ന് ശരിയാ. It is true that I am in the body. പക്ഷേ ഞാൻ ജഡപ്രകാരം പോരാടുന്നില്ല. But I am not fighting those fights in my body. എന്റെ പോരിന് വേറെ ആയുധങ്ങളുണ്ട്. There are weapons that I use against that. ഹല്ലേലൂയ. Hallelujah. എനിക്ക് പോരിന് വേറെ ആയുധങ്ങളുണ്ട്. I have weapons to fight those things. അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവയാ. And that is powerful enough to bring the strongholds. ഹല്ലേലൂയ. Hallelujah. ജഡപ്രകാരം പോരാടുന്ന അവസാനിക്കണം. And we need to stop the fight that we fight in our bodies. ഹലോ, എത്ര പേര് ജഡപ്രകാരം പോരാടുന്നുണ്ട്? How many of you are fighting your carnal body? പലപ്പോഴും നമ്മൾ ജഡപ്രകാരമാണ് പോരാടുന്നത്. And that is how we fight most of the time. ആത്മീകൻ സകലത്തെയും ആത്മീകമായിട്ട് വിവേചിക്കുന്നു. And the spiritual man always think from a spiritual perspective. ജഡീകൻ ജഡീകമായിട്ട് വിവേചിക്കും. But a carnal man thinks from a carnal point of view. അവരെ എത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ജഡീകമായിരിക്കും. But the conclusions a carnal man comes to, it will be carnal. എന്നാൽ നമ്മൾ അറിഞ്ഞുകൊള്ളണം, നമുക്ക് പോരിന് വേറെ ആയുധങ്ങളുണ്ട്. But we must recognize as believers we have other weapons available to അത് us. ജഡത്തിന്റെ ആയുധമല്ല. And those are not carnal weapons. മറ്റുള്ളവർ കള്ളം പറയുന്നത് കൊണ്ട് ഞാനും കള്ളം പറയുന്ന ആയുധമല്ല. Not that I lie because somebody else is lie. That is not the weapon you need to use. മറ്റുള്ളവരുടെ അസൂയ പോലെ ഞാനും അസൂയപ്പെടുന്നതല്ല. I am jealous because of somebody else is jealous. That's not the ലോക weapon. മനുഷ്യരെ പോലെ ഞാനും ജീവിക്കുന്നതല്ല. Not to live like a worldly people. That is not the weapon I need to use. എനിക്ക് പോരിന് വേറെ ആയുധങ്ങൾ I തന്നിട്ടുണ്ട്. have weapons that are given to me to fight that battle. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് ഇന്ന് ആ ആയുധങ്ങൾക്കായിട്ട് നമ്മെ സമർപ്പിക്കും? How many of you will surrender for those spiritual weapons? പൗലോസ് പറയാ, അവയാൽ ഞങ്ങൾ കോട്ടകളെ പോലെ വിട്ടിക്കും. And because of those weapons we are able to destroy the strongholds. Paul കാരണം says. ദൈവ സന്നിധിയിൽ ശക്തിയുള്ളതാണ്. And those weapons are powerful in the presence of God. ദൈവവചനം എന്ന ആയുധം, And the word of God is one of the weapons. പ്രാർത്ഥന എന്ന ആയുധം, The prayer is another weapon. യേശുവിന്റെ രക്തം എന്ന ആയുധം, The blood of Jesus is the other weapon. നമ്മുടെ സാക്ഷ്യം എന്ന ആയുധം, Our testimony is a weapon. ഇതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. All these things are given to us by the ഈ Lord. ആയുധങ്ങളെ ഉപയോഗിക്കണം കേട്ടോ. Let us use those weapons, ജഡത്തിന്റെ ആയുധം ഉപയോഗിക്കണ്ട. not the carnal weapons that is around. ഹല്ലേലൂയ. Hallelujah. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭത്തിങ്കൽ, In the beginning of my Christian life, ഞാൻ ശുശ്രൂഷകൾ ആരംഭിച്ച സമയം തന്നെ, as I started my ministry, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് as I was studying, ഒരു കർത്തൃദാസൻ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ a man of God was teaching us. അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോഴും എന്റെ ചെവി മുഴങ്ങുന്നു. Something that he told me is still ringing in my അദ്ദേഹം ear. ആവർത്തിച്ച് ക്ലാസ്സുകളിൽ പറയുമായിരുന്നു, He used to repeat this all the time. സഹോദരന്മാരെ, ജഡത്തിന്റെ ആയുധം എടുക്കരുത്. Brothers, do not take the weapons of the എനിക്കന്നത് flesh. വേണ്ടതുപോലെ അറിഞ്ഞുകൂടായിരുന്നു. I did not know what he meant. എന്നാലും അതെന്റെ ഉള്ളത്തിൽ കടന്നു. But even though that penetrated deep in അത് my heart, ആഴത്തിൽ എഴുതി വെച്ചു. and it was in my heart, എന്റെ very deeply. പ്രതികരണങ്ങൾ
ശരിയല്ലാത്തപ്പോൾ when my reactions were not ആ accordingly, കാര്യം എന്റെ മനസ്സിൽ പിന്നെ ഓടി വരും. that thought came to my mind. എന്നെ ദൈവം ആരംഭത്തിലെ പഠിപ്പിച്ച കാര്യമുണ്ട്. That is something that God taught me from early on. ജഡത്തിന്റെ ആയുധം എടുക്കരുത്. Don't take the weapons of the നമ്മുടെ flesh. പോരിന്റെ ആയുധം ജഡികമല്ല. Our fight, the weapons are not fleshly weapons. കോട്ടകളെ ഇടിപ്പാൻ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ. Those are weapons that will bring down the strongholds. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തലനായ പൗലോസ് പറയും അവയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നെന്ന്. Apostle Paul says, because of that, what do? സങ്കല്പങ്ങളെയൊക്കെ പിടിച്ചടക്കുക. And we will hold on to our imaginations. പിടിച്ചടക്കുക. And to surrender, to subdue our imagination. സങ്കല്പങ്ങൾ ഒരു വലിയ പ്രോബ്ലം അല്ലേ? Imaginations are a big problem. സങ്കല്പം പ്രോബ്ലം ആയിട്ടുള്ള എത്ര പേരുണ്ട്? How many of you have imagination problems? നമ്മുടെ പല worriesന്റെയും കാര്യം സങ്കല്പങ്ങളാ. And many of our worries start from our imagination. നാളെയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. And worries or imaginations about tomorrow. എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ, What happens if I lose my എൻ്റെ job? ആരോഗ്യം മോശമായാൽ, What happens if I lose my health? കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, What happens if my children don't get അവരുടെ admission? വിവാഹം നടന്നില്ല What എങ്കിൽ, happens when my children don't get married? സങ്കല്പങ്ങൾ നമ്മളെ ഇങ്ങനെ കീഴടക്കി വെച്ചിരിക്കുക. All of these wild imaginations are surrendering us. പൗലോസ് പറഞ്ഞു ഈ ആയുധങ്ങൾ എന്നെ തന്നിട്ടുള്ളത് കൊണ്ട് Just because Paul says I have these weapons, ഞാൻ സങ്കല്പങ്ങളെ പിടിച്ചടക്കുകയാണ്. but I suppress my imagination. വെയിൻ ഇമാജിനേഷൻസ് വരുമ്പോൾ തന്നെ ഈ ആയുധം കൊണ്ട് അതിനെ പിടിച്ചടക്കുകയാണ്. And when those wild imaginations come, using these weapons to suppress those imaginations. യേശുവിൽ ഞാൻ പൂർണ്ണത കാണുന്നു എന്ന് പറയുകയാണ്. I say that I am fully comfortable in Christ. ഹല്ലേലൂയ. Hallelujah. സങ്കല്പങ്ങളെ പിടിച്ചടക്കുകയാണ്. To subdue our imaginations. പിന്നെ പറയാ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെയും ഞാൻ പിടിച്ചടക്കുകയാണ്. And I subdue all the imaginations and things comes against the Spirit of God. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. And all the things that are not pleasing to God is coming up. ഇന്ന് രാവിലെ എന്തുവാ നമ്മുടെ മനസ്സിൽ? So what is going on in your mind this morning? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സങ്കല്പങ്ങൾ എന്തുവാ? What are the things that are not pleasing to you? What are those imaginations? പ്രതികാരത്തിന്റെ സങ്കല്പം. And the imagination of revenge. അല്ലെങ്കിൽ നമുക്ക് പക വീട്ടാനുള്ള സങ്കല്പം. To get even with somebody. നമുക്ക് അന്യായമായിട്ട് പണം സമ്പാദിക്കാനുള്ള imagination of accumulating wealth without a cost. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള സങ്കല്പങ്ങൾ. Imagination of positions and powers. ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. Many imaginations in your mind. അവയെ ഞാൻ പിടിച്ചടക്കുകയാണ്. But I subdue all those things. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുകയാണ്. To be obedient to Christ, I subdue those things. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഈ സ്ട്രോങ് ഹോൾസിനെ നമ്മൾ പിടിച്ചടക്കിയാൽ, ഈ കോട്ടകളെ ഒന്ന് പിടിച്ചടക്കാൻ പറ്റിയ, if you are able to subdue these strongholds, ആ കോട്ടകളെ ഇടിപ്പാൻ പറ്റിയാൽ, if you are able to break down those barriers, നമ്മള് ഈ പ്രയാസകരമായ ഡിസോർഡറിൽ നിന്ന് നമ്മൾ പുറത്തു വരും. and we will come out of this disorder of anxiety and depression. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. I'm not blaming any of you this morning. പക്ഷേ ഇത് റിയാലിറ്റിയാ. But this is real. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എന്താ സ്ട്രോങ് ഹോൾഡ് എന്ന് നോക്കിയേ. You examine your own life and look at what are those strongholds. ഏതിൽ നിന്നാ എനിക്ക് പുറത്തു വരേണ്ടത്? Which one do I need to come out of? ഇപ്പോഴും ഞാൻ കോട്ടയ്ക്കകത്താ. Even today I'm within that stronghold. ദൈവവചനം അല്ല എന്നോട് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The word of God is not dictating my life. ലൗകികതയാണ് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. And the worldly pleasures are dictating my life. ലോക സ്നേഹമാണ് എന്നിൽ നിറഞ്ഞിരിക്കുന്നത്. The love of the world is dictating my life. കോട്ടയ്ക്കകത്ത് കിടക്കുകയാണ്. You are still in that bondage. I don't know ആരാ ഈ മെസ്സേജ് ഏറ്റെടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know who is going to accept this message. ചിലരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe at least few of you will accept this. നമ്മുടെ ജീവിതത്തിൽ സ്ട്രോങ് ഹോൾസ് ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. If you have strongholds in your life, you need to break that bondage. Demolish ചെയ്യണം. We need to break it apart. Hallelujah. Hallelujah. ആയുധങ്ങൾ തന്നിട്ടുണ്ട്. We have been given the weapons to ഈ ആയുധം ഞാൻ ഉപയോഗിക്കും. You should use those weapons. സ്ട്രോങ് ഹോൾസിനെ ഞാൻ ബ്രേക്ക് ചെയ്യും. I will break down the strongholds. എത്ര പേര് ഇന്ന് രാവിലെ പറയും? How many of you will accept that? Hallelujah. Hallelujah.
നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് Let us നിൽക്കാം. stand in the presence of God this ഒരു പുതിയ morning. തീരുമാനത്തോടെ എഴുന്നേറ്റ് Let us നിൽക്കാം. stand with a new decision this morning. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് Every one of you looking at your own life, ഏതാണ് എന്റെ ജീവിതത്തിലെ സ്ട്രോങ് ഹോൾഡ് എന്ന് തിരിച്ചറിഞ്ഞ് and you need to recognize what are the strongholds in your life. അതിനെ തകർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. Let us ask the Lord to destroy the strongholds. കർത്താവ് തന്നിരിക്കുന്ന ആയുധങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. Let us use the weapons God has given us. എന്റെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാൻ പോവുകയാന്ന് പറഞ്ഞ് Let us say that I'm going to renew my life. I am going to bring order in my private life എന്ന് പറഞ്ഞ് എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ഒരു ഓർഡർ കൊണ്ടുവന്ന് പറയുക. Amen, amen. Hallelujah. എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ഒരു ഓർഡർ കൊണ്ടുവരാൻ പോവുകയാണ്. I'm going to bring an order in my private life. Hallelujah. ദൈവം സുപ്രീമായിട്ട് എന്റെ ജീവിതത്തിൽ റെയിൻ ചെയ്യാൻ വാഴുവാൻ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. I'm surrendering myself to God to reign supreme in my life. എന്റെ സഫിഷ്യൻസി കർത്താവിൽ നിന്ന് ഞാൻ Let ഏറ്റുപറയുകയാണ്. us acknowledge our sufficiencies in എന്റെ Christ. പ്രശ്നങ്ങളെക്കാൾ ദൈവം വലിയവനെന്ന് Let us ഏറ്റുപറയുകയാണ്. acknowledge God is bigger than our ഇന്ന് problems. രാവിലെ നമുക്ക് ഏറ്റുപറയാം. Let us surrender. Let us confess. നമ്മൾ ഇന്ന് Hallelujah. കേട്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. Let us confess the things that we have heard in this എല്ലാവരും morning. പ്രാർത്ഥിച്ചാട്ടെ. Everybody praying. ഇന്നൊരു Everybody. ബ്രേക്ക് ത്രൂവിന്റെ ദിവസമായി തീരും. Let this be a day of breakthrough in your ഒരു life. വലിയ വിടുതലിന്റെ ദിവസമായി തീരും. Let this be a great day of deliverance in your life. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിപ്പാൻ ഇടയാകും. And then I know surely that things will change in your life that has not happened. ദൈവം വലിയവനെന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ When you accept God as bigger than your problem. എന്റെ സാഹചര്യങ്ങളെക്കാൾ എന്റെ ദൈവം വലിയവനാണ്. God is bigger than your circumstances. ദൈവത്തിൽ നിന്നാണ് എന്റെ പര്യാപ്തത വരുന്നത്. All my sufficiency come from my God. ആരിൽ എന്നെ ആശ്രയം എന്ന് എനിക്കറിയാം. I know who I depend on every day. അവൻ എന്റെ ഉപനിധി അവസാനം വരെയും He is- കാക്കുന്ന ദൈവമാണ്. He is faithful to sustain me until the very end. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah. എന്റെ ജീവിതത്തിൽ ഒരു പ്രൈവറ്റ് ലൈഫിൽ ഒരു ഓർഡർ, I need an order in my private life. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാൽ What price are you willing to pay for that? എന്റെ സമയക്രമത്തിൽ മാറ്റങ്ങള്, And to change the disciplines of my എന്റെ time, കൊടുക്കൽ വാങ്ങലിലെ മാറ്റങ്ങള്, in my giving and in my receiving changes, എന്റെ ടൈത്തിങ്ങിൽ മാറ്റങ്ങൾ, it changes in your tithing, സഭയ്ക്ക് കൊടുക്കുന്നതിൽ മാറ്റങ്ങൾ. to give it to the God's work. ഹല്ലേലൂയ. Amen. പാസ്റ്റർ ഇതുവരെ നല്ല കാര്യമൊക്കെയായിരുന്നു പറഞ്ഞത്. Pastor said all the good things up to this point, ഇപ്പം ദേണ്ട് പിന്നെയും പൈസയുടെ കാര്യം വന്നു. and he's talking about money again. ആരോ പറഞ്ഞതുപോലെയാ, യു ക്യാൻ ഫൈൻഡ് യുവർ ഓൺ ഓട്ടോഗ്രാഫ് ഇൻ യുവർ ചെക്ക് ബുക്ക് എന്ന്. ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ഓട്ടോഗ്രാഫ് നിങ്ങളുടെ ചെക്ക് ബുക്ക് നോക്കിയാൽ അറിയാവുന്നു. എന്തിനു വേണ്ടിയാ ജീവിച്ചത്, എന്തിനു വേണ്ടിയാ Why ചെലവഴിച്ചത്? did you live? Why did you spend your money? വെക്കേഷന് വേണ്ടി എന്ത് പൈസ ചെലവഴിച്ചു? How much money you spend for vacations? ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെലവഴിച്ചു? What did you spend for the kingdom of God? തട്ടിച്ചു നോക്കാൻ വേണ്ടി രണ്ട് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. I just gave you an example. അപ്പൊ നമ്മൾ സെക്കൻഡറിയിൽ തന്നെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് പോവുകയായിരുന്നു. And we have been focused on the secondary that doesn't amount to anything. ഒരു ഓർഡർ കൊണ്ടുവരാം. But you need to bring an order into your life. വേണ്ടതൊക്കെ ചെയ്തു. Do everything you want. പക്ഷെ പ്രാഥമികത ഏതിനായിരിക്കണം? But you need to understand and identify what is primary. എക്സ്ക്യൂസ് പറയാനല്ല, ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയണം. And not to bring excuses, but to be able to justify. കണക്ക് നീർക്കുന്ന നാളിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. And that our hands will be strong when there will be an account will be taken. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി And let us reflect on our life. ഒരു തീരുമാനം ഇന്ന് രാവിലെ എടുക്കാം. Let us take a decision this morning. ദയവായിട്ട് എല്ലാവരും ആ തീരുമാനം എടുക്കണം. Everybody should take that ആരും ഒരു decision. തീരുമാനം എടുക്കാതെ പോകരുത്. I pray that everybody will take a decision before they സ്ട്രോങ് leave. ഹോൾസ് എന്റെ ജീവിതത്തിലുള്ളത് ഞാൻ ഡെമോളിഷ് ചെയ്യുന്നു. If there are any strongholds in my life, I want to demolish that. അതിനെ ഞാൻ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. I will do those things for the obedience in Christ. സങ്കല്പങ്ങളെ ഞാൻ പിടിച്ചടക്കും. I will surrender my imaginations. ഇന്ന് രാവിലെ കർത്താവിനോട് നമുക്ക് പറയാം. Let us pray and ask the Lord this എല്ലാവരും morning. പ്രാർത്ഥിച്ചാട്ടെ. Everybody pray. ഒരു വിജയത്തോടെ വിടുതലോടെ നമുക്ക് ഇവിടുന്ന് Let പോകുവാൻ us ഇടയാകട്ടെ. live here with a victory and a decision. നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ ഇടയാകുമെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe in them. Our decisions and our desires, God will work. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ തീരുമാനങ്ങളെ മുദ്രയിടുവാൻ ഇടയാകട്ടെ. And let the Holy Spirit seal the decisions you make this morning. ഒരു ഡെലിവറൻസ് ഈ നിമിഷം മുതൽ കാണുവാൻ ഇടയാകട്ടെ. Let that
deliverance be seen as soon as you make that decision. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Hallelujah. Our Heavenly Father, we thank you for this day. Thank you for speaking intimately to our hearts, oh God. Lord, we need order. We need discipline in our lives, Lord. For